ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സഞ്ജന. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളക് അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത്, തലേന്ന് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്. ഇനി നമുക്ക് ഒരു പ്രഷർ കുക്കർ അടുപ്പിലേക്ക് വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കണം. സവാള നമുക്കൊന്ന് വഴറ്റാം. സവാളയൊക്കെ നല്ലതുപോലെ അങ്ങ് ബ്രൗൺ നിറമാകണമെന്നില്ല, എന്നാലും അത്യാവശ്യം ഒന്ന് വാടണം. നമ്മളിതെല്ലാം കുക്കറിലിട്ടല്ലേ ചെയ്യുന്നത്, വിസിലടുപ്പിക്കുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്താണ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2-3 തണ്ട് കറിവേപ്പില. ഇനി എല്ലാം കൂടെ ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ നിറമായാൽ മതിയായിരിക്കും. അതുവരെ ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല. അത് ഞാൻ 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം തീ സിമ്മി വെച്ചിട്ട് നമുക്കൊന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതിനുശേഷം നമ്മൾ തലേദിവസം തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഗ്രീൻ പീസും നമ്മുടെ പൊടിയും തക്കാളിയും സവാളയും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതൊന്ന് വരണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ തിളയൊക്കെ ചെറുതായിട്ട് വരണം. ആ സമയത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 7-8 വിസിൽ വരെ നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ കറിക്ക് തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുക്കർ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.